ഒരു ഡീലിൽ 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് റാക്കറ്റിന് ലഭിച്ചതെന്നും 2 പരാതി കൂടി വന്നിട്ടുണ്ട് എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. പുതിയതായിട്ട് വന്ന ലീഡ് അനുസരിച്ച് ബിലാൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ആളും ഒരു കണ്ണിയാണ്. ഇവരുടെ റോലും ആദ്യഘട്ടത്തിൽ മനസ്സിലാകാതെ ഇവർ കുറച്ച് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, അവർ ഈ റാക്കറ്റിന് സപ്ലൈ ചെയ്യാനും പിന്നെ അവർക്കൊരു കട്ട് പെർസെൻറ്റേജ് അവർക്കും ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലായിട്ട് ഒരു ട്രേഡായിട്ടാണ് മാറിയിട്ടുള്ളത്. എമൗണ്ട് കൊണ്ട് ഇപ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാൻ പറ്റും. മറ്റേ ഏകദേശം ഒരു 50,000 to 1 lakh ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരാൾ കൊടുത്താൽ അങ്ങനെയാണ്. ബിലാൽ പ്രധാന സപ്ലൈ ഏജന്റ് ആണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിലെ പ്രതി അലീന ഇടനിലക്കാരുമായി ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും ഇതിനിടെ പുറത്തു വന്നു. അതുകൂടി ഒന്ന് കേൾക്കാം. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പം അതിനേക്കാളും ഇത്ര നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പം എനിക്കതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞുകൊണ്ട് റഹ്മത്തിൻ്റെത് ഓക്കെ ആക്കിയതാ. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിന് സെക്സ് റാക്കറ്റുമായുള്ള ബന്ധത്തിലും അന്വേഷണം തുടരുകയാണ്. സരൺ ഈ വാർത്തയുടെ വിവരങ്ങളൊക്കെ നമുക്കൊപ്പം ചേരുകയാണ്. സരൺ, റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ബിലാലിനെ വിശേഷിപ്പിക്കുന്ന സപ്ലൈ ഏജന്റ് എന്നാണ്. അതായത് നാട്ടിൽ നിന്ന് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നൊരു ഏജന്റാണ് ഇയാളെന്ന് പോലീസ് പറയുകയാണ്. 50,000 മുതൽ 1 ലക്ഷം വരെ ഒരു ഇടപാടിന്, അങ്ങനെ വന്നാൽ കോടികളുടെ ഇടപാട് ഇവർ നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഇവരിത് തുടരുന്നുവെന്ന് പോലീസ് സംശയിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നത് 1% മാത്രം വിവരങ്ങളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇവർ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്, ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അത് വ്യക്തമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സംഘത്തെക്കുറിച്ച് പോലീസ് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അതോടൊപ്പം ഈ ഗുണ്ടാ സംഘങ്ങൾക്ക്, കൊച്ചിയിലെ പ്രധാനപ്പെട്ട പേരുകെട്ട ഗുണ്ടകൾക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം? ഈ സിനിമ സീരിയൽ താരങ്ങളുടെ ബന്ധമൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു കേസ് കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് സർ? ഷിവാസ്, ഈ സെക്സ് റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് ആരാണ്, ഈ സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമായ ഉത്തരം അന്വേഷണത്തിന്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ്. ഇതിനെ നിയന്ത്രിച്ചിരിക്കുന്നത് മാവേലിക്കര സ്വദേശിയായ ബിലാലാണ്. ഇയാൾ ദീർഘകാലമായി ദുബായിലുണ്ടായിരുന്നു, അവിടെ ഒരു ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് കേസിലെ മറ്റൊരു പ്രതിയായ സിന്ധുവുമായി പരിചയത്തിലാവുന്നത്. അങ്ങനെ സിന്ധുവുമായി പരിചയത്തിലായതിന് പിന്നാലെയാണ് സെക്സ് റാക്കറ്റ് ആരംഭിക്കുന്നത്. ഈ റാക്കറ്റ് സജീവമായതോടുകൂടി ഇയാൾ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. പിന്നീട് നിരവധി യുവതികളെയാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിൽ ദുബായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. ഇയാളെക്കുറിച്ച് പോലീസ് നടത്തുന്ന ഒരു പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പ്രധാന സപ്ലൈ ഏജന്റ് ആണ് ഇയാളെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിദേശത്തേക്ക്, അതായത് ദുബായിലേക്ക് യുവതികളെ എത്തിക്കുന്നതിന് ഇയാൾക്ക് സിന്ധു പലപ്പോഴായി പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പണം താൻ കൈമാറിയിട്ടുണ്ട് എന്നുള്ള കുറ്റസമ്മതം സിന്ധുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് സിന്ധുവിന്റെ വളരെ നിർണായകമായിട്ടുള്ള മൊഴിയും അന്വേഷണത്തിന്റെ പക്കലുള്ളത്. സിന്ധു പറയുന്നത് താൻ കഴിഞ്ഞ 14 വർഷമായി ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു വർഷം 3 പരിപാടികൾ വരെയാണ് സംഘടിപ്പിക്കാറുള്ളത്. അതിൽ തന്നെ സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടികളിൽ, ഈ ഷോകളിൽ പങ്കെടുത്ത സെലിബ്രിറ്റികളുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ തവണയും ഡീൽ ഉറപ്പിക്കുമ്പോൾ 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് റാക്കറ്റിന് ലഭിച്ചിരുന്നതെന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പ്രധാനമായും 3 ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അതിൽ ഒരാൾ കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ ഔറംഗസേബാണ്. ഇയാൾക്ക് സെക്സ് റാക്കറ്റുമായി നേരിട്ട് ബന്ധമാണുള്ളതെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സിന്ധു ഇയാൾക്ക് പലപ്പോഴായിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്നുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 സ്ത്രീകൾ, ഷംലയും റഹ്മത്തും, ഇവർ 2 പേരും വിദേശത്ത് തുടരുകയാണ്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി സരൺ, അപ്പോൾ ഇക്കൂട്ടർ കഴിഞ്ഞ 14 വർഷമായി ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പരിപാടിയിലും നിരവധി യുവതികൾ, മോഡലുകൾ പങ്കെടുത്തിട്ടുണ്ട്, സിനിമ സീരിയൽ താരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇവർ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഭവമേ അല്ല ഈ ഒരു മനുഷ്യക്കടത്ത്. അതോടൊപ്പം ഈ സെക്സ് റാക്കറ്റിനെ പെൺകുട്ടികളെ കൈമാറുന്ന ഈ ഒരു പരിപാടി ഒരുപാട് പേരെ ഇവർ ഇത്തരത്തിൽ കുടുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഒരു വ്യാപകമായ, വിശാലമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്.
കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി.